ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. ഒരു വിശേഷങ്ങളൊന്നും കമൻറ്റ് ഇടുന്നില്ലല്ലോ. വേണ്ട. പിന്നെ വേറെ എന്തൊക്കെയാണ്? രാവിലെ ജോലിക്ക് പോകാനിറങ്ങിയോ, സമയം ഓടിപ്പോവും, 8:30 കഴിഞ്ഞു. അപ്പോൾ ജോലിക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. കുഞ്ഞൊന്നും പോയില്ല, കുഞ്ഞിവിടെ ഉണ്ട്. പിന്നെ ഇന്ന് സ്കൂളിൽ പോയില്ല, മടിച്ചു പിടിക്കുക മടിയന്. അവർ അച്ഛനും അമ്മയും കൊച്ചച്ഛനും രാവിലെ പോയി. കൂട്ടുകാരെ, ഇത് ഇന്നലെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ മഞ്ഞിനിക്കര പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ 8-ാം തീയതി വരെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞാനും മരുമോളുമാണ് അവിടെ നിന്ന് കാര്യം പറയുന്നത്. മോളാണ് ഈ നിൽക്കുന്നത്. ചേട്ടനാണ് വീഡിയോ പിടിച്ചത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്രയും പേര് 4 പേരും കൂടാണ് പോയത്. കുഞ്ഞുറങ്ങുമായിരുന്നു. അപ്പോൾ അവർ അച്ഛനും കൊച്ചച്ഛനും വന്നില്ല, അവരിവിടെ ഇരുന്നു. അപ്പം ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വലിയൊരു ബേസനും വാങ്ങിച്ചു, പിന്നെ കുഞ്ഞിന് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു, പിന്നെ ഞങ്ങൾക്ക് പിള്ളേർക്കിടാനെ കൊണ്ടുള്ള പാൻറ്റും ബനിയനും ഒക്കെ വാങ്ങിച്ചു. എനിക്കും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കൊള്ളാമോ? ഇങ്ങോട്ട് നോക്കിയേ കിച്ചു, ഇങ്ങോട്ട് നോക്കി. കൊള്ളാവോ? നല്ല JCB ആണോ? അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആഹാ, ഇനിയിപ്പോൾ മണ്ണ് മാന്താൻ പോണല്ലോ. രാവിലെ തന്നെ അവനവൻ്റെ കളിപ്പാട്ടം എടുത്തുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടുകാരെ, കുറച്ച് പച്ചച്ചീര ഉണ്ടായിരുന്നു നമ്മുടെ അയ്യത്തെ. ഞാനത് പറിച്ചു. ഇനി കുറച്ച് മാറ്റി കിണറിൻ്റെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്, ചേച്ചിക്ക് നാളെ പോകുമ്പോൾ കൊണ്ട് കൊടുക്കാനേ. അപ്പോൾ ഇത് ഞാൻ തോരൻ വെക്കാനെ കൊണ്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് അന്നേരം രാവിലെ വന്നേ തോരൻ വെക്കാൻ എളുപ്പമാണല്ലോ, അരിഞ്ഞൊരു ഫ്രിഡ്ജിലോട്ടിട്ട് ഇതിനകത്താക്കി വെച്ചിരുന്നാൽ. കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ പച്ചച്ചീര? എനിക്ക് ചുമന്ന ചീരയാണ് ഇഷ്ടം കേട്ടോ. നമ്മുടെ ചീരയിലെല്ലാം എല്ലാം അരിഞ്ഞ് വെച്ചു. പിന്നെ ഒരു ഡപ്പയിലാക്കി വെച്ചിരുന്നാലേ ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചേക്കാം. എൻ്റെ മക്കളെ കണ്ടോ? 2 പേര് ഓടി വന്നേ. പോയി 2. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചീരയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. ഇത് ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാനാണേ. കണ്ട, ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് മത്തേലയുണ്ട്, അതെനിക്ക് നാളെ തോരൻ വെക്കാൻ. വൈകിട്ടോ രാവിലെ എങ്ങനെ വെക്കണം. നമ്മുടെ ചെടിപ്പിള്ളേർക്കെല്ലാം വെള്ളം കൊടുത്തു. മുറ്റമെല്ലാം തൂത്ത് വാരിയിട്ടു. ഇന്നലെ അത് തൂത്ത് വാരിയില്ലായിരുന്നു, ഇന്നലെ പുറ സൈഡൊക്കെ തൂത്തുള്ളായിരുന്നു. പിന്നെ ചെടികൾക്ക് എല്ലാ ചെടികൾക്കും വെള്ളം കോരി. ഒരു സീനി ഞാൻ കാണിക്കാവേ. കണ്ട, ഇതൊക്കെ നമ്മുടെ അവിടെ ഇരുന്ന ചെടിയാണ് കേട്ടോ. നീലപ്പൂ ഉണ്ടാവുന്നതേ നീങ്ങി കൊണ്ടുവന്നത്. ഇത് ചെടിച്ചട്ടിയൊക്കെ വീട്ടിൽ ഇരുന്ന് ചെടിച്ചട്ടിയാണ്. പൂവുള്ളാവോ കൂട്ടുകാരെ? രസമുണ്ട്, നല്ല പൂവാണല്ലേ. കളറ് കണ്ടോ, എന്ത് ഭംഗിയാണ്. പോൾസത്തിലൊക്കെ പൂവായി. എനിക്കിങ്ങനെ ചെടിയിലൊക്കെ പൂക്കൾ നിൽക്കുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളയും ഉണ്ടേ, അത് അപ്പുറത്തുണ്ട്. എന്ത് പിന്നെ വേറൊരു സീനിയ കണ്ടോ, ഈ കളറാ. 2 എണ്ണം ഉണ്ട് ഇവിടെ. കണ്ടോ, ഒളിച്ച് നിൽക്കുക ഒരാൾ. പിന്നെ നമ്മൾ ഇന്നാൾ കാണിച്ചില്ലേ റോസും വെള്ളയും, അതിൻ്റെ ഒരു വയലറ്റാണ്. പക്ഷേ ഇതിന് നല്ല പൊക്കമുള്ള ചെടിയാണ്. മറ്റേ ചെടിക്ക് അത്രയും പൊക്കമില്ല. നമ്മുടെ വാഴയ്ക്കൊക്കെ കരിയില ഇട്ടു.
പിന്നെ അന്ന് പയർ വിത്ത് തട്ടില്ലായിരുന്നോ, അപ്പം അതൊക്കെ മുളച്ച് കേട്ടോ. പക്ഷെ ഒരു ജീവത്തില്ലാത്ത വിത്ത കേട്ടോ. എന്തായാലും നോക്കാം എന്ന് വിചാരിച്ചു. ഈ തടത്തിൽ കിളിച്ചില്ല, അതിനകത്ത് വേറെ എന്തുവാ കിളിച്ച് വരുന്നത്, ചെടിയുടെ എന്തുവാ. പയറിൻ്റെ ദേ ഒരെണ്ണം മുളച്ച് വരുന്നു. അപ്പം ഞാനിതിനിടയ്ക്ക് ചെടിയുടെയും കൊണ്ടിടും കേട്ടോ. അപ്പോൾ അത്രയും ഈ ഈച്ചയൊന്നും വന്ന് അത്രയും ശല്യം ചെയ്യത്തില്ല. ബന്ധിച്ചെടിയൊക്കെ ഇത് കണ്ടോ, വാഴച്ചെടി. വേറെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയി കേട്ടോ. ദേ കിളന്ന് നിൽക്കുക അവന്, കണ്ടോ, ഒക്കെ പോയി. പിന്നെ ഇവർ തന്നെ അങ്ങ് പൂത്ത് നിൽക്കുക കണ്ടോ. കണ്ണാടിച്ചെടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒടിച്ച് കളയുമായിരുന്നു ഞാൻ. ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി ആയിരുന്നാലും അങ്ങ് ഇതല്ലേ. ഇത് കണ്ടോ, ബന്ധിപ്പൂവ. സുന്ദരി പെണ്ണുങ്ങളെ, സുന്ദരി പെണ്ണുങ്ങളെ. രസമാണ് കാണാനല്ലേ. ഇങ്ങനെ കിളിച്ച് നിൽക്കുന്ന കാണുന്നേ എനിക്കങ്ങ് ഇഷ്ടമോ, ഇങ്ങനെ പൂ പിടിച്ചൊക്കെ കേട്ടോ. പിന്നെ ദേ ഈ ചെടിയൊക്കെ കൂട്ടുകാരുടെ വീട്ടിലുണ്ടെങ്കിൽ പറയണേ, കമൻ്റ് ഇടണേ. പിന്നെ നമ്മുടെ തെറ്റിയാണ് ഒരുപോലെ പൂതോ അതിനിടയിൽ നിൽപ്പുണ്ട്. ഇനി വന്നിട്ട് ഇത് കാടൊന്ന് പിച്ചിക്കളയണം അതിനകത്തുള്ള. ഇനിയിപ്പോൾ സമയമില്ല. നീ ഒരു ബോൾസ് നിൽക്കുന്നു. ഇത് നീല ശംഖുപുഷ്പമാണ്. ഇതിനകത്ത് പൂവുണ്ടായിരുന്നു, അത് ഞാൻ അവിടെ നിന്ന് കൊണ്ട് നട്ടതാണ്. ഇതിൽ പൂവുണ്ടായിരുന്നു, അത് ഞാൻ പിച്ചിയെടുത്ത് വെള്ളം തിളപ്പിക്കാനൊക്കെ ഉണ്ടേ, വെള്ളം തിളപ്പിച്ച് കുടിക്കാനേ. പിന്നെ ഒരു പാലപ്പൂ കണ്ടോ, ഇത് വേറെ ഒരു നല്ല കട്ടിയുള്ള, നല്ല തട്ടില്ല, പക്ഷെ ഒറ്റ ഇതാണ്, പക്ഷെ നല്ല കട്ടിയാണ് കേട്ടോ ഈ പൂവിന്. ഇതിൻ്റെ ഒറ്റ ഇതളായിട്ടുള്ളത് ഞാൻ കാണിക്കാം. ഒറ്റ ഇതളായിട്ടുള്ളത് കണ്ടോ, ഇത് മരം പോലാവും. ഇത് നമ്മുടെ തോടിൻ്റെ അവിടെയൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് മരം പോലെ. നേരത്തെ ഇവിടെ മരം പോലെ ഉണ്ട്, ഞാനൊക്കെ വെട്ടിക്കളഞ്ഞതാണ്. കാട് പോലെ ആയിക്കഴിഞ്ഞാലേ ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, തെളിക്കാനുണ്ട്. പണി ഇഷ്ടം പോലെ കൂട്ടുകാരെ. നമ്മളിവിടെ ആണെങ്കിൽ നമുക്കതെല്ലാം നോക്കിക്കണ്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഞായറാഴ്ച ദിവസം കിട്ടിയാൽ നമ്മൾ എന്തെല്ലാം ചെയ്താൽ വെക്കും, അതാണ് പ്രശ്നം. അപ്പോൾ ഇനിയും വീട്ടിലോട്ട് പോകാം. മരുമകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ പിന്നെ ഞങ്ങൾക്ക് കണ്ടുകൂടെ ജംഗ്ഷനിൽ നിന്ന് വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. വേറൊരു കൂട്ടം പൂ കാണിക്കാം. കണ്ടോ, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ അതിൻ്റെ തൈ കൊണ്ടുവന്ന്, അവിടുത്തെ വീട്ടിൽ നിന്നേ തൈ കൊണ്ടുവന്ന് ഈ കലത്തിനകത്ത് വെച്ചതാണ്. കലത്തിനകത്ത് വെച്ചതിങ്ങനെ ആയി, പൂവൊക്കെ ആയി, ഇഷ്ടം പോലെ പൂവായി. ഒരു നല്ലൊരു കമ്പ് കുത്തി പിടിച്ച് നേരെ നിർത്തണം. ഇനി ഈ ചെടി ഇവിടെ നിന്ന് ഞാൻ നമ്മുടെ അവിടെ ഓമല് വീട്ടിൽ കൊണ്ട് നട്ടതായിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാം പോയി. ദേ നിൽക്കുന്ന കണ്ടോ കൂട്ടുകാരേ, കണ്ടോ കൂട്ടുകാരേ. അപ്പം അതുകൊണ്ട് ഞാൻ അതേ കുപ്പിക്കത്തി കുറേ വെച്ചിരിക്കുന്നു ഡപ്പയിലൊക്കെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വരാത്തതുകൊണ്ട് അങ്ങനെ ചെടികളൊന്നും ശ്രദ്ധിക്കാതായിരുന്നേ, അങ്ങനെ എല്ലാം കരിഞ്ഞു പോയി. ഇതെല്ലാം ഇപ്പം ഞാൻ നമ്മുടെ ഓമല് വീട്ടിൽ നിന്ന് ഞാൻ കുറേശ്ശെയായിട്ട് കൊണ്ട് നട്ട് വെള്ളം ഒഴിച്ച് എല്ലാം കിളിപ്പിച്ച് തന്നെ നിൽക്കുന്നത്. ഇനി ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് നട്ടതാണ് ഇതൊക്കെ. ഇനി ഇതൊന്ന് വേര് പിടിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ചെടി കൊണ്ടുവന്ന് നടാൻ. അപ്പോൾ ഒരു കൂട്ടർ വേര് പിടിച്ച് കഴിഞ്ഞാകുമ്പോൾ നമുക്ക് അത്രയും വെള്ളം അവർക്ക് കൊടുത്തില്ലെങ്കിലും ഒരേ സമയം എല്ലാം കൂടെ കൊണ്ട് നട്ടാൽ നമുക്ക് പ്രയാസമാണ് വെള്ളം കോരുവാനൊക്കെ. നിൽക്കുന്നുണ്ട് ചുമന്ന പൂ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ആകുമ്പം കുറച്ച് കൂട്ടർ വേര് പിടിക്കുമ്പോൾ അടുത്ത കൂട്ടരെ കൊണ്ട് നടും. അങ്ങനെയൊക്കെ അങ്ങ് ചെടിയാക്കാം, അല്ലാതെ രക്ഷയില്ല. കിടക്കുന്നുണ്ട് കൊച്ചുമോൻ്റെ വണ്ടി വേണ്ട. അങ്ങനെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനും വന്നു. അതിനുശേഷം ചേട്ടൻ ഞങ്ങൾക്ക് ചായ കഴിക്കാനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് മരുമോൾ നേരെ ഇങ്ങോട്ടാണ് പോരുന്നത്. കുഞ്ഞിനെ ഇന്ന് രാവിലെ അവർ കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ മോനും ജോലി കഴിഞ്ഞ് വന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് ചേട്ടൻ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ കിണറ്റിലെ വെള്ളം കോരുന്ന തൊട്ടി പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ വേറെ തൊട്ടി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ വരുന്നത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 കപ്പിന് 50 രൂപയായിരുന്നു. പിന്നെ ഈ 2 കുഞ്ഞ് ബേസിന് 100 രൂപ, ഒരെണ്ണത്തിന് 50 രൂപ വെച്ച്. പിന്നെ വലിയ കറുത്ത ബേസിന് ഇന്നലെ വാങ്ങിച്ചായിരുന്നു, അതിന് 100 രൂപയായിരുന്നു. അങ്ങനെ
അവരിന്ന് പാത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് നേരമായി അവർ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. ഞങ്ങൾ പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇന്ന് എനിക്കങ്ങ് മടിയായി, അതുകൊണ്ട് പോയില്ല. നാളെ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം. ബായ് കൂട്ടുകാരേ.